എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് രേവതി നക്ഷത്രത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. രേവതി നക്ഷത്രം, രേവതി എന്നാൽ ധനിക എന്നാണ് അതിൻ്റെ അർത്ഥം. മിഴാബ് പോലെ കാണപ്പെടുന്ന 32 നക്ഷത്രക്കൂട്ടങ്ങളാണ് രേവതി എന്ന് പറയുന്നത്. ചിഹ്നം ഒരു ജോഡി മത്സ്യമാണ് ചിഹ്നം. ഇഷ്ടദൈവം ഭഗവാൻ കൃഷ്ണനാണ്, ഭഗവാൻ മഹാവിഷ്ണു. പിന്നെ വിഷ്ണു മന്ത്രമോ ലക്ഷ്മി മന്ത്രമോ, അതായത് വിഷ്ണു സഹസ്രനാമമോ ലക്ഷ്മി ദേവിയുടെ സ്തോത്രങ്ങളോ മന്ത്രങ്ങളോ ഒക്കെ ജപിക്കുന്നത് വളരെ നല്ലതാണ് ഈ നക്ഷത്രക്കാർക്ക്. രേവതി നക്ഷത്രവും ബുധനാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം തീർച്ചയായിട്ടും ക്ഷേത്ര ദർശനം നടത്തുക. അത് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. ശ്രീകൃഷ്ണ പൂജയും നക്ഷത്രാധിപനായ ബുധൻ്റെ പൂജയും നടത്തുന്നത് നല്ലതാകുന്നു. രേവതി നക്ഷത്രക്കാരുടെ കൂറ് മീനം കൂറിലായിരിക്കുന്നു. കൂറ് മീനം കൂറിലാണ് വരുന്നത്. രേവതി നക്ഷത്രക്കാർ ബുധദശയിൽ ജനിക്കുന്നു. നക്ഷത്രനാഥൻ ബുധനാകുന്നു. ദേവത പുഷാവ്, ഗണം ദേവഗണം, യോനി സ്ത്രീ യോനി, ഭൂതം ആകാശം, മൃഗം ആന, പക്ഷി മയില്, വൃക്ഷം ഇരിപ്പ, മന്ത്രാക്ഷരം ഓ, അക്ഷരം യ, അനുജന്മ നക്ഷത്രം ആയില്യം, ത്രിജന്മ നക്ഷത്രം തൃക്കേട്ട, വേദം പാദവേദം, വേദ നക്ഷത്രം മകമാണ്, രജ്ജു അന്ത്യരജ്ജുവിലാണ്, ജാതി അല്ലെങ്കിൽ വർണ്ണം എന്നുള്ളത് വൈശ്യനാണ്, ഗോത്രം പുലഹൻ, നാഡി വാമപാർശ്വനാഡി, അഷ്ടദിക് ദേവത വരാഹി, ഈശ്വരൻ ബുധൻ തന്നെയാണ്. ഇനി രേവതി നക്ഷത്രക്കാരുടെ വിവരങ്ങളാണ്. ഏത് തൊഴിൽ ഏർപ്പെടുത്താലും ആ തൊഴിൽ അവർക്ക് വൈദഗ്ധ്യത്തോടെ അത് നിർവഹിക്കും, അത് പൂർത്തിയാക്കും. ഏത് തൊഴിലാകട്ടെ, അതാണ് അവരുടെ ഒരു പ്രത്യേകത. മനഃശുദ്ധി ഉണ്ടാവും, ധൈര്യം ഉണ്ടാവും, ധനശേഷി ഉണ്ടാവും, ശരീരം നല്ല ബലമുള്ളതായിരിക്കും, അത് പുഷ്ടിയുള്ളതായിരിക്കും. മാത്രമല്ല സൗന്ദര്യമുള്ള അവയവങ്ങളായിരിക്കും ഇവർക്കുള്ളത്. പൊതുവെ അന്തസ്സുള്ളവരായിരിക്കും. വളരെ വേഗം നേതൃസ്ഥാനങ്ങളിൽ ഇവർ എത്തിച്ചേരും. ബുദ്ധിയും വിജ്ഞാനവുമുള്ളവരായിരിക്കും. തന്നിൽ എളിയവരുടെ ശരിയായ നിർദ്ദേശങ്ങളെപ്പോലും അംഗീകരിക്കുകയില്ലെന്നത് ഇവരുടെ ഒരു ന്യൂനതയാണ്. ഇവരുടെ താഴെ ഉള്ള ആൾക്കാരുടെ നിർദ്ദേശങ്ങളൊന്നും ഇവർ അംഗീകരിക്കില്ല. അത് അവരുടെ ഒരു ന്യൂനതയാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. ബിസിനസ് ചെയ്യാൻ കഴിവുണ്ടായിരിക്കും. വിവാഹശേഷം കൂടുതൽ അഭിവൃദ്ധിപ്പെടുന്നതായിട്ട് കാണുന്നു. സ്വന്തം വീടിനോടെന്ന പോലെ തന്നെ ഒരു വീടിനെ മക്കളെയും വീടിൻ്റെ വീട്ടുകാരെയൊക്കെ എങ്ങനെ സ്നേഹിക്കണോ അതേപോലെ തന്നെ സ്വന്തം നാടിനെയും രാജ്യത്തെയും സ്നേഹിക്കുന്ന ഒരു പ്രത്യേക ഗുണമുള്ള സ്വഭാവക്കാരാണ് ഈ രേവതി നക്ഷത്രക്കാർ. മറ്റുള്ളവരുടെ ഉയർച്ച ഇവർക്ക് അസ്വസ്ഥതയുണ്ടാക്കും. അത് ഒരു ചെറിയൊരു ന്യൂനതയുണ്ട്. എല്ലാ രേവതി നക്ഷത്രമല്ല, ചില രേവതി നക്ഷത്രങ്ങളിൽ മോശ സമയമൊക്കെ ജനിച്ചവർക്ക് മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയ തോന്നാം. എല്ലാവരുമല്ല, വളരെ ചുരുക്കം ആൾക്കാരാണ്. ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാൻ അവർക്ക് യോഗമുണ്ടായിരുന്നു. ചിലർക്ക് ജീവിതത്തിൽ എല്ലാ സുഖങ്ങളുണ്ടെങ്കിലും അനുഭവിക്കാനുള്ള യോഗമില്ല. നല്ല ഭക്ഷണം കഴിക്കാനോ നല്ല ഇതിലൊന്നും ഒരു യോഗം ഉണ്ടാവില്ല. പക്ഷേ ഇതങ്ങനെയല്ല. അവർക്ക് എല്ലാവിധ ഭഗവാൻ അനുവദിച്ചിട്ടുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാം അവർക്ക് അനുഭവിക്കേണ്ട യോഗമുണ്ടായിരിക്കും. രേവതി നക്ഷത്രക്കാർ ചിലർ 2 വിവാഹം കഴിക്കേണ്ടി വന്നേക്കാം. ചിലരാണ് രേവതി നക്ഷത്രത്തിൻ്റെ അവസാന 15 നാഴികയും അശ്വതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയും ചേർന്ന് വരുന്ന ആ 30 നാഴിക സമയം ഗന്ധാന്ത സമയമാണ്. അത് ദോഷമുള്ളൊരു സമയമാണ്. അതിൽ നിന്നും കൂടുതൽ ദോഷമെന്ന് പറയുന്നത് രേവതി നക്ഷത്രക്കാരുടെ അവസാന 3:45 നാഴികയും അശ്വതി നക്ഷത്രത്തിൻ്റെ ആദ്യ 3:45 നാഴികയും ചേർന്ന 7:30 നാഴിക സമയം അധിക ദോഷമുള്ള സമയമാണ്. ഇനി രേവതി നക്ഷത്രക്കാരുടെ തൊഴിലാണ് പറയാൻ പോകുന്നത്. അവർ ഉപജീവനം അധ്യാപകനാകാം, പിന്നെ തത്വചിന്തകനാവാം, പ്രാസംഗികനാവാം, ആത്മീയ ആചാര്യനാവാം. വ്യാഴൻ അത് ഗുരു ഉത്തമ സ്ഥാനത്താണെങ്കിൽ ന്യായാധിപനാകാം, അതായത് ജഡ്ജിയോ അങ്ങനെയൊക്കെയുള്ള വലിയ അവരാണ് ന്യായാധിപരെന്ന് പറഞ്ഞാൽ അതിലേക്ക് ആകാൻ സാധിക്കും. അഭിഭാഷകനാകാം, നല്ല അഭിഭാഷകനാവാം, ആത്മീയ ആചാര്യനാകാൻ സാധിക്കും. ഇതൊക്കെയാണ് ഇവരുടെ തൊഴിലുകൾ. ഇതിലെല്ലാം അവർ ശോഭിക്കുന്നതായിരിക്കും. പിന്നെ ഇവരുടെ തൊഴിലെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ജോലി, അതായത് ഫിനാൻഷ്യലായിട്ട് ബാങ്കിൽ ഒരു ഫിനാൻഷ്യൽ ജോലി നോക്കാം. അതല്ലെങ്കിൽ അങ്ങനെ സാമ്പത്തികമായിട്ട് ബന്ധമുള്ള എല്ലാ ജോലികളും അവർക്ക് ചെയ്യാൻ സാധിക്കും. എക്കണോമിക്സും അതെല്ലാം പഠിച്ചിട്ട് അതിൽ തന്നെ ഉയർന്ന നിലയിലേക്ക് ഇവർക്ക് എത്താൻ സാധിക്കും. ടാക്സ് കൺസൾട്ടൻറ്റും ഇവർക്ക് ആകാൻ സാധിക്കും. ചിത്രകാരൻ, ചിത്രം വരയ്ക്കാൻ എല്ലാത്തിനുമുള്ള കഴിവ് ഇവർക്കുണ്ട്. പാട്ട് പാടാനും അതിൻ്റെ കഴിവുള്ളതിനാൽ സംഗീതം ഇവർക്ക് പഠിക്കാം, സംഗീതജ്ഞനാകാം. പിന്നെ നടനപരമായിട്ടുള്ള കഴിവുകൾ ഇവർക്കുണ്ട്. നടനോ നടിയോ ഒക്കെ ഇവർക്ക് ആകാൻ സാധിക്കും. പിന്നെ ഒരു
മാന്ത്രികനാകാനും ഇവർക്ക് സാധിക്കും. പിന്നെ എൻ്റർപ്രണർഷിപ്പിനൊക്കെ വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുക്കാനും, ഒരു ബിസിനസ് എങ്ങനെ നടത്താമെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെയുള്ള ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയുള്ള എൻ്റർപ്രണർഷിപ്പ് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ട്രെയിനറും ആകാൻ ഇവർക്ക് യോഗമുണ്ട്. രേവതി നക്ഷത്രക്കാരുടെ ഭാഗ്യരത്നങ്ങളെന്ന് പറയുന്നത്, രേവതി നക്ഷത്രത്തിൻ്റെ ഭാഗ്യരത്നം മരതകമാണ്. ബുധനാണ് നക്ഷത്രനാഥൻ. ആയതിനാൽ മരതകരത്നം ബുധൻ്റെ സ്വാധീനമുള്ള രത്നമാണ്. എമറാൾഡ് എന്നും പറയുന്നു. പച്ച നിറമാണ് ഈ രത്നത്തിന്. 1.5 ക്യാരറ്റെങ്കിലും, അതായത് 1.5 ക്യാരറ്റെങ്കിലും തൂക്കം വേണം ഈ രത്നത്തിന്. മോതിരത്തിൽ ഘടിപ്പിച്ച് പൂജ ചെയ്ത് ശുദ്ധി വരുത്തിയ ശേഷം ബുധനാഴ്ച ദിവസം സൂര്യോദയം കഴിഞ്ഞ് 1 മണിക്കൂറിനകമുള്ള ബുധഹോരയിൽ വലത് കൈയിലെ ചെറുവിരലിൽ ഇത് ധരിച്ചു തുടങ്ങാവുന്നതാണ്. രേവതി നക്ഷത്രക്കാരുടെ ഭാഗ്യവർണ്ണങ്ങൾ എന്ന് പറയുന്നത് മഞ്ഞയും ക്രീമും നിറങ്ങളാണ്. പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ, പ്രധാന പരീക്ഷ, ഇൻ്റർവ്യൂ, അങ്ങനെയൊക്കെയുള്ള മറ്റു കാര്യസാധ്യങ്ങൾക്കെല്ലാം പോകുമ്പം ഈ വസ്ത്രങ്ങൾ കൂടുതൽ ഗുണം ചെയ്യും. വസ്ത്രങ്ങൾ ധരിച്ചു പോയാൽ കൂടുതൽ ഗുണം ചെയ്യുന്നതാണ്. ഇനി രുദ്രാക്ഷമാണ് പറയാൻ പോകുന്നത്. 5 മുഖമുള്ള രുദ്രാക്ഷം എല്ലാവർക്കും ധരിക്കാം. ഇപ്പോൾ ഏത് ദശയാണ് നടക്കുന്നത് ആ ദശാനാഥൻ്റെ സ്വാധീനമുള്ള രുദ്രാക്ഷം ധരിക്കുന്നതും വളരെ നല്ലതായിരിക്കും. അത് സ്വർണത്തിലോ വെള്ളിയിലോ നൂലിലോ കോർത്ത് അത് ധരിക്കാവുന്നതാണ്. സൂര്യദശയാണ് നടക്കണമെങ്കിൽ 1 മുഖം, ചന്ദ്രദശ 2 മുഖം, കുജദശ 3 മുഖം, ബുധദശ 4 മുഖം, ഗുരുദശ 5 മുഖം, ശുക്രദശ 6 മുഖം, ശനിദശ 7 മുഖം, രാഹുർദശ 8 മുഖം, കേതുദശ 9 മുഖം. ഇനി എല്ലാ ഗ്രഹങ്ങളുടെയും സ്വാധീനമാണ് ആവശ്യമെങ്കിൽ 10 മുഖമുള്ള രുദ്രാക്ഷം ധരിക്കാവുന്നതാണ്. ഇനി ചില പ്രത്യേക കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി 11 മുഖത്തിന് മുകളിലോട്ടുള്ള രുദ്രാക്ഷങ്ങൾ ധരിക്കാം. പിന്നെ അതിവിശിഷ്ടമായ ചില കാര്യങ്ങൾ, ആത്മീയപരമായിട്ടോ അല്ലാതെയുള്ള ചില പ്രത്യേക കാര്യങ്ങൾ സാധിക്കുന്നതിലേക്ക് വേണ്ടി ഗൗരി, ശങ്കരൻ, ഗർഭജ്യോതി, ത്രിജ്യോതി എന്നീ അതിവിശിഷ്ട രുദ്രാക്ഷങ്ങളും ധരിക്കാവുന്നതാണ്. ശിവഭഗവാന്റെ കൺപീലിയിലെ വേർപ്പ് തുള്ളികളാണ് ഭൂമിയിൽ വീണിട്ട് രുദ്രാക്ഷ സസ്യങ്ങൾ മുളച്ചു വന്നത്. ഈ സസ്യത്തിൻ്റെ കുരുവാണ് രുദ്രാക്ഷം കുരുക്കൾ. ഈ രുദ്രാക്ഷം ധരിക്കുന്നവർ വിഭൂതി എന്നാൽ ഭസ്മം എന്നാണ്. ഭസ്മം നമ്മൾ ധരിക്കണം എന്നാണ്. ശിവഭഗവാന്റെ ഇതാണ് ഭസ്മം ധരിക്കണം. അത് അങ്ങനെ അവർ മരിച്ചു കഴിഞ്ഞാൽ അവർ ശിവലോകത്തേക്ക് പോകുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ പൂജാപരമായതോ വാസ്തുപരമായതോ രത്നം ധരിക്കുന്നതിനെക്കുറിച്ചോ രുദ്രാക്ഷം ധരിക്കുന്നതിനെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾ എൻ്റെ വാട്സപ്പിലോ ഫോണിലോ ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽ എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.